തിരികെ വാർത്തകളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ലീഗ്. ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനം UDF നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ആദ്യം ഇത് സംബന്ധിച്ചൊരു പ്രതികരണമുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം ജെയിനിലേക്ക്. ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി പറയുന്നു, മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം UDFന് നൽകിയിട്ടുള്ള സീറ്റുകളിൽ ധാരണയായില്ലെങ്കിൽ ദേവികുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒന്നാകെ എടുത്തിരിക്കുന്ന തീരുമാനം മുന്നണി മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി മത്സരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുന്നണിയിൽ നിന്ന് മാറി നിന്ന് സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ്. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, ഈ സീറ്റ് വിഭജനത്തിൽ ഒരു ധാരണയാകാനുള്ള സാധ്യതയുണ്ടോ, അതോ ലീഗ് മാറി നിന്ന് മത്സരിക്കേണ്ടി വരുമോ? അക്ഷയ, മൊത്തം 16 ഡിവിഷനുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണ മണ്ഡല വിഭജനത്തിൽ ഡിവിഷനുകൾ കൂട്ടിച്ചേർത്തപ്പോൾ അധികമായ ഒരു ഡിവിഷൻ കൂടി എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 17 ഡിവിഷനുകളാണ് ഇത്തവണ ഉള്ളത്. അധികമായി എത്തിയ ഒരു ഡിവിഷൻ അത് മുസ്ലിം ലീഗിന് വേണം എന്നൊരാവശ്യമാണ് മുസ്ലിം ലീഗ് UDFന് മുന്നിൽ വെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് അടിമാലിയും അതോടൊപ്പം തന്നെ അടിമാലിയോ അല്ലെങ്കിൽ കരിമണ്ണൂരാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും അവരുടെ ഒപ്പം നിന്ന 2 ഡിവിഷനുകൾ അതാണ്. 2 ഡിവിഷൻ മാത്രമേ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചിരുന്നുള്ളൂ. ആ 2 ഡിവിഷനുകളിൽ ഒന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം UDF ജില്ലാ ചെയർമാൻ തന്നെ അത്തരം ഡിവിഷനുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും എന്നുള്ളതാണ് അവരുടെ ഭീഷണി. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇതൊരു സമ്മർദ്ദ തന്ത്രമായി മാത്രമേ കാണുന്നുള്ളൂ. ശരി, ജെയിനസ് രാജു ആണ് വിവരങ്ങൾ